മഴക്കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ, പുലമഞ്ഞിൻ തുള്ളികളിൽ ഹിമവട്ടം ചാത്തിയില്, ഒരു കുഞ്ഞു പൊന്നിതളിൽ ശലഭങ്ങൾ പാറിയില്, അണിവിരലാലെ അനുരാഗം മീട്ടിയിലേ. മഴക്കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. മഴക്കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. മഴക്കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. പുലമഞ്ഞിൻ തുള്ളികളെ ഹിമവെട്ടം ചാർത്തിയിലേ, ഒരു നുള്ള് പൊന്നിതളേ ശലഭങ്ങൾ പാറിയിലെ, അണിവിരലാലെ അനുരാഗം നീട്ടിയിലേ. കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ വിതച്ച് പനിമതിയും പോയി മറഞ്ഞു. കഥയറിയാ കണ്ണീരോടെ കാർമുകിലും പെയ്തു തുടങ്ങി. ഇടതെറ്റിയ നോവുകളുള്ളിൽ ഉലയുന്നൊരു നെയ്ത്തിരിയായി, ഇടനെഞ്ചിൽ തന്ത്രിയിലാരോ പാശ്രുതിയിൽ തമ്പുരു നീട്ടി. മൗനത്തിൻ ചിറകിലൊരുങ്ങി അകലത്തായാരോ തേങ്ങി, നിഴൽ മാഞ്ഞൊരു നേരം നോക്കി ഇതുവഴിയെ പോയി ഞാൻ. കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. മഴക്കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. പുലർമഞ്ഞിൻ തുള്ളികളെ ഹിമവെട്ടം ചാർത്തിയിലേ, ഒരു നുള്ള് പൊന്നിതളേ ശലഭങ്ങൾ പാറിയിലെ, അണിവിരലാലെ അനുരാഗം നീട്ടിയിലേ. കൊഞ്ചൽ പോലെ നീ കൊലുസണിഞ്ഞു വന്നില്ലേ, നിലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. ഞാൻ സംഗീത സംവിധായകൻ അനിൽ ഗോപാലൻ. ലോകം ഇന്ന് വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സംഗീതത്തിൻ്റെ സാധനയിലൂടെ ഞാൻ ഈശ്വരനോട്, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനോബലവും ശാരീരിക സുഖവും ലഭിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം, നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം. നമുക്ക് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ, വ്യക്തമായ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഒപ്പം നമുക്ക് ചെയ്യാവുന്ന സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ വാസസ്ഥലങ്ങളിൽ നമ്മൾ സ്വസ്ഥമായി ഇരിക്കുക എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്കിതുപോലെയുള്ള മഹാമാരികൾ നമ്മളെ നേരിടാൻ സമയമാകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം നമുക്ക് നമ്മുടെ ശാരീരിക ക്ഷമത കൂട്ടുക എന്നുള്ളതാണ്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രതിരോധം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജീവനകലകൾ, യോഗ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മനസ്സും ശരീരവും ഒക്കെ നമുക്ക് എന്തിനേയും നേരിടാൻ പ്രാപ്തമാക്കുക. എല്ലാവർക്കും ഒരു നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയുടെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രോത്സാഹനവും. നന്ദി.